കടന്നുപോയ ആഴ്ച ജൂൺ 28-ാം തീയതി ഇൻഡെക്സിൽ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും വീക്കിലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ച ഇൻഡെക്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. നിഫ്റ്റി 2%, ബാങ്ക് നിഫ്റ്റി 1.3% ഉയർന്നു. വെള്ളിയാഴ്ച നിഫ്റ്റി 50 24,011-ലും ബാങ്ക് നിഫ്റ്റി 52,342-ലുമാണ് ക്ലോസിംഗ് നൽകിയത്. മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈം വ്യൂ പല അനലിസ്റ്റുകളും പറയുന്നത് പോസിറ്റീവ് വ്യൂ തന്നെയാണ്. 24,200 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ മാർക്കറ്റ് 24,400, 24,600 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 24,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. 23,900 എന്ന സപ്പോർട്ട് മറികടക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ 23,600 വരെ ഇടിയാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ 24,600-നും 23,600-നും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 1000 റേഞ്ചിലുള്ള മൂവ്മെൻറ്റ് വേണം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. മാർക്കറ്റിന് 23,900 എന്ന സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞാൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റിൽ നമുക്ക് ബൈയിങ് നടത്താവുന്നതുമാണ്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോങ് ഷോർട്ട് റേഷ്യോ അതായത് ഇൻഡെക്സിലെ ലോങ് ഷോർട്ട് റേഷ്യോ 80% മുകളിലായതുകൊണ്ട് മാർക്കറ്റിൽ ഹെവി ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കുന്നു എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഈ സാഹചര്യത്തിൽ വരുന്ന ആഴ്ചയും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലും ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടു വേണം നമ്മൾ മാർക്കറ്റിൽ പൊസിഷൻ എടുക്കാൻ. പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 23,900 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 23,900 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ 23,600 ആയിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 24,200 എന്ന റെസിസ്റ്റൻസ് ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ചെയ്താൽ ഇൻഡെക്സ് 24,400, 24,600 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും. വരുന്ന ആഴ്ച മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ പൊസിഷൻ എടുക്കാൻ പറ്റിയതും അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതുമായ 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. പ്രോഫിറ്റ് ബുക്കിംഗ് സമയത്ത് നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റാണ് FMCG ബെറ്റ്. FMCG ബെറ്റിൽ തന്നെ നെസ്ലെ ഇന്ത്യ വളരെ അട്രാക്റ്റീവ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നെസ്ലെ 0.6% ഉയർന്ന് 2,550-നടുത്ത് ക്ലോസിംഗ് നൽകി. 2.4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന രീതിയിൽ 1.16% ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 52 വീക്ക് ഹൈ 2,769, 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. 6 മാസം കൊണ്ട് നെസ്ലെ 6% നെഗറ്റീവ് റിട്ടേൺ നൽകി അണ്ടർ പെർഫോമാണ് ചെയ്തത്. നെസ്ലെ ഇന്ത്യയുടെ ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 2,500-നടുത്ത് കമ്പനിക്ക് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 2,500 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണായി മാറിക്കഴിഞ്ഞു. ഇവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. ഇതൊരു ബുള്ളിഷ് സിഗ്നലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. RSI 50-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. RSI ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ബൈയിങ് ഇൻട്രസ്റ്റും അപ്വേർഡ് മൊമെൻറ്റവും തന്നെയാണ്. ഈ ഫാക്റ്റുകൾ പരിശോധിച്ച് നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ 2,530-നും 2,550-നും ഇടയിൽ അക്കുമുലേറ്റ് ചെയ്യാം. ഇവിടെ നിന്നും 2,680 രൂപയുടെ ടാർഗറ്റാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. 2,480 രൂപ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തേത് ONGC അല്ലെങ്കിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 2.5% ഉയർന്ന് 274 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 3.4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 7. ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 33% റിട്ടേണാണ് നൽകിയത്. ടെക്നിക്കലി ONGCയും വളരെ അട്രാക്റ്റീവ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. 100-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ സ്റ്റോക്ക് ക്രോസ് ചെയ്തത് സ്റ്റോക്കിൽ മീഡിയം ടൈം അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ MACD ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ നൽകി ബൈയിങ് സിഗ്നൽ നൽകുകയും ചെയ്തു. ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ONGC എന്ന സ്റ്റോക്കിനെ 272, 276 തുടങ്ങിയ റേഞ്ചുകളിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 300 രൂപയുടെ ടാർഗറ്റും സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായ 265-ന് താഴെ 260 രൂപയുടെ സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാം. ഈ 2 സ്റ്റോക്കുകളെയും റെക്കമെൻഡ് ചെയ്യുന്നത് ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.